വെൽക്കം ബാക്ക് ടു ടാഗോർ അക്കാഡമി. അപ്പോൾ നമ്മൾ സൂപ്പർ 50 എന്ന് പറയുന്ന സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരീക്ഷയോടനുബന്ധിച്ച് ലാസ്റ്റ് ഒരു റിവിഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഈ സീരീസ് ചെയ്യുന്നത്. ഈ ഒരു സീരീസ് കണ്ടു തീരുന്നതോടുകൂടി നിങ്ങൾ മാത്സിനകത്തുള്ള ഓൾമോസ്റ്റ് കണക്കുകൾ കണ്ടു കഴിഞ്ഞു അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അർത്ഥം. സൂപ്പർ 50 എന്ന സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ ഒരു വീഡിയോയിലായിട്ട് നമ്മൾ 5 മോഡൽ ഡിസ്കസ് ചെയ്തു. അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ 5 മോഡൽ ഡിസ്കസ് ചെയ്തു. അങ്ങനെ 2 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് കാണുക. അതേപോലെ ഈ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ സമയം ഒട്ടും കളയുന്നില്ല. ഇത് നമ്മുടെ ലാസ്റ്റ് റിവിഷനാണ്. അതുകൊണ്ട് തന്നെ സൂപ്പർ 50യുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് തുടങ്ങുകയാണ്. ആദ്യത്തെ മോഡൽ നോക്കാം. ഓക്കെ, തുടർച്ചയായ 4 ഇരട്ടസംഖ്യകളുടെ ശരാശരി 27 ആയാൽ വലിയ സംഖ്യ ഏത്? തുടർച്ചയായ 4 ഇരട്ടസംഖ്യയുടെ ശരാശരി 27 ആയാൽ വലിയ സംഖ്യ ഏത്? ഏതാ ഇരട്ടസംഖ്യകൾ? ഈവൻ നമ്പേഴ്സ് നമുക്കറിയാം. 2, 4, 6, 8, 10 എന്ന് പറഞ്ഞു പോകുന്ന അങ്ങോട്ട് പോകുന്ന നമ്പേഴ്സാണ് ഇരട്ടസംഖ്യകൾ. ഏതൊക്കെ ഇരട്ടസംഖ്യകളാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അടുപ്പിച്ചു വരുന്ന ഇരട്ടസംഖ്യകളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ അടുപ്പിച്ച് വരത്തില്ലേ, 2, 4, 6, 8, 10, 12, 14, 16, 22, 24, 26, 28 ഇങ്ങനെ അടുപ്പിച്ച് വരുന്ന ഏതോ ഒരു 4 സംഖ്യകളാണ് പറഞ്ഞിരിക്കുന്നത്. ആ 4 സംഖ്യയുടെ ശരാശരി തന്നിട്ടുണ്ട് 27 ആണ്. അങ്ങനെ 4 സംഖ്യയുടെ ശരാശരി 27 ആണ്. അങ്ങനാണെങ്കിൽ ആ നമ്പേഴ്സിനകത്തിലെ വലിയ നമ്പർ ഏത്, വലിയ സംഖ്യ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. വലിയ സംഖ്യ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. 4 ഇരട്ടസംഖ്യയുടെ ശരാശരി തന്നിട്ടുണ്ട്. അതിൽ വലിയ സംഖ്യ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. വലിയ സംഖ്യയാണ് ചോദിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടത്, ഇവിടുത്തെ ശരാശരി 27 ആണെന്ന് തന്നിട്ടുണ്ടല്ലോ, ആ 27 അങ്ങോട്ട് എടുത്തെഴുതുക. 27 എടുത്തെഴുതി, ശരാശരി എടുത്തെഴുതി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അതിൻ്റെ കൂടെ കൂട്ടുക. എന്താ കൂട്ടേണ്ടത്? ഇവിടെ എത്ര സംഖ്യകളാണ് പറഞ്ഞേക്കുന്നത്? 4 ഇരട്ടസംഖ്യകളാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ആ 4-ൽ നിന്ന് 1 അങ്ങ് കുറയ്ക്കുക. 4-ൽ നിന്ന് 1 കുറച്ചു 3. 4-ൽ നിന്ന് 1 കുറച്ചു 3. സിമ്പിൾ സ്റ്റെപ്പാണ്. എന്താ പറഞ്ഞത്? ശരാശരി എടുത്തെഴുതി. എത്ര സംഖ്യകളാണോ തന്നേക്കുന്നത് അതിൽ നിന്ന് 1 എടുത്ത് 1 കുറച്ചെഴുതുക. 1 കുറച്ചെഴുതി ഇത് രണ്ടും കൂടെ കൂട്ടുക. 27 + 3 ആൻസർ കിട്ടി 30. സിമ്പിൾ. എന്താ ക്വസ്റ്റ്യൻ? തുടർച്ചയായ 4 ഇരട്ടസംഖ്യയുടെ ശരാശരി 27 ആയാൽ വലിയ സംഖ്യ ഏത്? എന്താ ചെയ്തത്? 27 + 3, 27 ശരാശരി അതേപോലെ എഴുതി. സംഖ്യകളിൽ നിന്ന് 1 കുറച്ച് എഴുതി. ഇത് രണ്ടും കൂടെ കൂട്ടുക. ആൻസർ കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. തുടർച്ചയായ 5 ഇരട്ടസംഖ്യകളുടെ ശരാശരി 50 ആയാൽ വലിയ സംഖ്യ ഏത്? ശരാശരി 50 ആയാൽ വലിയ സംഖ്യ ഏത്? ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. തുടർച്ചയായ 5 ഇരട്ടസംഖ്യയുടെ ശരാശരി 50 ആയാൽ വലിയ സംഖ്യ ഏത്? എന്താ നമ്മൾ ചെയ്യേണ്ടത്? ശരാശരി അതേപോലെ എടുത്ത് എഴുതുക. ശരാശരി എഴുതി 50. ഇനി എത്ര നമ്പേഴ്സ് വന്നേക്കുന്നത്? 5 നമ്പേഴ്സ് വന്നിട്ടുണ്ടല്ലോ. 5-ൽ നിന്ന് 1 കുറയ്ക്കുക. 4 കിട്ടി. ഇത് രണ്ടും കൂടെ കൂട്ടുക. 54 ആൻസർ കിട്ടി. വലിയ സംഖ്യ 54. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ തുടർച്ചയായ 6 ഇരട്ടസംഖ്യകളുടെ ശരാശരി 25 ആയാൽ വലിയ സംഖ്യ ഏത്? ശരാശരി 25 ആയാൽ വലിയ സംഖ്യ ഏത്? എന്താ ചെയ്യേണ്ടത്? ശരാശരി അതേപോലെ എടുത്തെഴുതുക. ശരാശരി 25 എടുത്തെഴുതി. 6-ൽ നിന്ന് 1 കുറയ്ക്കുക. സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കുക. സംഖ്യയിൽ നിന്ന് 1 കുറച്ചു 5 എന്ന് കിട്ടി. 6-ൽ നിന്ന് 1 കുറച്ചു 5 എന്ന് കിട്ടി. 25 + 5 30. 25 + 5 30. വലിയ സംഖ്യ 30 എന്ന് കിട്ടി. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? മനസ്സിലായല്ലോ. അപ്പോൾ വലിയ സംഖ്യ കാണാൻ എന്ത് ചെയ്യണം? ശരാശരി അതേപോലെ എഴുതണം. സംഖ്യയിൽ നിന്ന് 1 കുറച്ചിട്ട് രണ്ടും കൂടെ കൂട്ടുക അല്ലേ? 2 കൂട്ടാനല്ല പറഞ്ഞേക്കുന്നത്. ശരാശരിയും സംഖ്യയിൽ നിന്ന് 1 കുറച്ചും കൂടെ കൂട്ടുക. ഓക്കെ ആണല്ലോ. ഇതിന് നമുക്ക് ഇക്വേഷൻ എന്നുള്ള രീതിയിൽ എങ്ങനെ പറയാം? എന്ന് പറഞ്ഞു നോക്കിയേ. തന്നിരിക്കുന്ന ശരാശരി എഴുതുക. ശരാശരി എഴുതി. സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കുക. സംഖ്യയിൽ നിന്നും എന്ത് ചെയ്യുക? 1 കുറയ്ക്കുക. എന്നിട്ട് അത് രണ്ടും കൂടെ എന്ത് ചെയ്യുക? കൂട്ടുക. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ശരാശരി പ്ലസ് സംഖ്യ -1. ശരാശരി പ്ലസ് സംഖ്യ -1. ശരാശരി പ്ലസ് സംഖ്യ -1. ക്ലിയർ ആണല്ലോ പറഞ്ഞേക്കുന്നത്? ക്ലിയർ ആണ്.
ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഞാനൊന്ന് മാറ്റുന്നു. തുടർച്ചയായ 4 ഇരട്ട സംഖ്യകൾക്ക് പകരം ഞാൻ ഒറ്റ സംഖ്യകൾ എഴുതുന്നു. ഒറ്റ സംഖ്യകൾ, തുടർച്ചയായ 4 ഒറ്റ സംഖ്യകൾ. എന്താ ഒറ്റ സംഖ്യകൾ? 1, 3, 5, 7 എന്നും പറഞ്ഞു പോകുന്നതാണ് ഒറ്റ സംഖ്യകൾ. തുടർച്ചയായ 4 ഒറ്റ സംഖ്യയുടെ ശരാശരി 27 ആയാൽ വലിയ സംഖ്യ ഏത്? തുടർച്ചയായ 4 ഒറ്റ സംഖ്യയുടെ ശരാശരി 27 ആയാൽ വലിയ സംഖ്യ ഏത്? അല്ലേ, ഇക്വേഷൻ ഒന്നും മാറാനില്ല, സെയിം. ഇരട്ട സംഖ്യകൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിലാണ് ഒറ്റ സംഖ്യകളും ചെയ്യുന്നത്. ഇരട്ട സംഖ്യകൾ ചെയ്യുന്ന അതേ രീതിയിലാണ് ഒറ്റ സംഖ്യകളും ചെയ്യുന്നത്. യാതൊരു മാറ്റവുമില്ല. ഇവിടെ നോക്കിയേ, 4 ഒറ്റ സംഖ്യകളാണ് വന്നിരുന്നതെങ്കിലും 4 ഇരട്ട സംഖ്യകളാണ് വന്നാലും നമ്മൾ ചെയ്യേണ്ട രീതി ഒന്ന് തന്നെ, കിട്ടുന്ന ആൻസർ സെയിം. മനസ്സിലായോ? ശരാശരി എഴുതി, സംഖ്യയിൽ നിന്ന് 1 കുറച്ച് എഴുതി, ആ 2 സംഖ്യകളും കൂടെ കൂട്ടുക, 30 കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ദേ നോക്കിയേ, 5 ഇരട്ട സംഖ്യകൾ, 5 ഇരട്ട സംഖ്യയ്ക്ക് പകരം ഞാൻ എന്ത് ചെയ്തു? 5 ഒറ്റ സംഖ്യയെന്നാക്കി. ആൻസറിൽ മാറ്റമൊന്നുമില്ല. 5 ഒറ്റ സംഖ്യകളായാലും ശരാശരി അതേപോലെ എഴുതുക, സംഖ്യയിൽ നിന്ന് 1 കുറച്ച് എഴുതുക. ഈ രണ്ട് നമ്പേഴ്സും കൂടെ കൂട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടും 54. അടുത്ത ക്വസ്റ്റ്യനും 6 ഇരട്ട സംഖ്യകളെന്ന് മാറ്റി ഞാൻ ഒറ്റ സംഖ്യകളാക്കി. 6 ഒറ്റ സംഖ്യകളുടെ ശരാശരി 25 ആയാൽ വലിയ സംഖ്യ ഏത്? മാറ്റമൊന്നുമില്ല. ശരാശരി അതേപോലെ എഴുതി, സംഖ്യയിൽ നിന്ന് 1 കുറച്ച് കൂട്ടി. സംഖ്യയിൽ നിന്ന് 1 കുറച്ചിട്ട് എന്ത് ചെയ്തു? ആ 2 ശരാശരിയും ആ സംഖ്യയിൽ നിന്ന് 1 കുറച്ചും കൂടെ കൂട്ടി ആൻസർ എഴുതി 30. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയാം. തുടർച്ചയായ n ഒറ്റ സംഖ്യകളായാലും ഇരട്ട സംഖ്യകളായാലും തന്നു കഴിഞ്ഞാൽ, തുടർച്ചയായ n ഒറ്റ സംഖ്യകളുടെയും n ഇരട്ട സംഖ്യകളുടെയും ശരാശരി തന്നു കഴിഞ്ഞാൽ അതിൽ വലിയ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ശരാശരി പ്ലസ് സംഖ്യ മൈനസ് 1. എന്ത് കാണാനാ? വലിയ സംഖ്യ കാണാനുള്ള ഇക്വേഷനാണ്. ശരാശരി പ്ലസ് സംഖ്യ -1. ഇതിൽ ഒറ്റ സംഖ്യയായാലും ഇരട്ട സംഖ്യയായാലും ഇതേ ഇക്വേഷൻ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പം വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പഠിച്ചു. എന്തുകൊണ്ടായിരിക്കും ഈ ഒറ്റ സംഖ്യയുടെയും ഇരട്ട സംഖ്യയുടെയും ഇക്വേഷനകത്ത് മാറ്റമില്ലാത്തത്? എന്തുകൊണ്ടാണെന്നൊന്ന് ചിന്തിച്ച് നോക്കി. എന്തായിരിക്കും അതിന് റീസൺ? റീസൺ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റീസൺ ആണ്. നോക്കിയേ, തുടർച്ചയായ ഒറ്റ സംഖ്യകൾ ഞാൻ എടുക്കുന്നു. ഏതെങ്കിലും ഒരു ഒറ്റ സംഖ്യ 11, 13, 15, 17 തുടർച്ചയായ 4 ഒറ്റ സംഖ്യകൾ എടുക്കുന്നു. ഓക്കെ, എന്താ ഈ ഒറ്റ സംഖ്യയുടെ പ്രത്യേകത? അതേ നോക്കിയേ, 11ൻ്റെ കൂടെ 2 കൂട്ടിയാൽ എനിക്ക് 13 കിട്ടും അല്ലേ? 2 കൂട്ടിയാൽ 13 കിട്ടും. 13ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 15 കിട്ടും. 15ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 17 കിട്ടും അല്ലേ? അപ്പം ഒറ്റ സംഖ്യയുടെ ഇടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന +2 ആണ്, അല്ലെങ്കിൽ 2 ആണ്. ഒറ്റ സംഖ്യയുടെ ഇടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന 2 ആണ് അല്ലേ? അതേപോലെ ഞാൻ ഇത് അടുപ്പിച്ചുള്ള കുറച്ച് ഇരട്ട സംഖ്യകൾ എഴുതുന്നു. 22, 24, 26, 28. പ്രത്യേകത എന്താ? 22ൻ്റെ കൂടെ 2 കൂട്ടിയാലാണ് 24 കിട്ടുക. 24ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 26 കിട്ടും. 26ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 28 കിട്ടും. അപ്പോൾ ഇവിടെയും പ്രത്യേകത എന്ന് പറയുന്നത്, അടുത്തടുത്ത നമ്പേഴ്സ് കിട്ടണമെങ്കിൽ 2 വീതം കൂട്ടി പോകണം അല്ലേ? ഒറ്റ സംഖ്യ ആയാലും 2 കൂട്ടണം, ഇരട്ട സംഖ്യ ആയാലും എന്ത് ചെയ്യണം? 2 കൂട്ടണം. ഇതിൻ്റെ ഒരു ജനറൽ ഫോർമുല നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആദ്യത്തെ നമ്പറിനെ ഞാൻ എക്സാക്റ്റ് എടുക്കുകയാണെങ്കിൽ, ഒറ്റ സംഖ്യയ്ക്കകത്ത് ആദ്യത്തെ നമ്പർ ഞാൻ എക്സാക്റ്റ് എടുക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ നമ്പർ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ എക്സിൻ്റെ കൂടെ 2 കൂട്ടണം അല്ലേ? എക്സിൻ്റെ കൂടെ 2 കൂട്ടണം, x+2. ഇനി മൂന്നാമത്തെ നമ്പർ കിട്ടണമെങ്കിൽ ആ x+2ൻ്റെ കൂടെ വീണ്ടും ഞാൻ 2 കൂട്ടുന്നു, x+4 കിട്ടും അല്ലേ? അടുത്ത നമ്പർ കിട്ടണമെങ്കിലോ x+6 ആകണം അല്ലേ? വീണ്ടും 2 കൂട്ടണം. അതേപോലെ ഈ ഇരട്ട സംഖ്യകളൊന്ന് കൺസിഡർ ചെയ്താലോ, ആദ്യത്തെ നമ്പറിനെ ഞാൻ x എന്ന് കൊടുക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ നമ്പർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? x+2 ചെയ്യണം അല്ലേ? മൂന്നാമത്തെ നമ്പർ കിട്ടണമെങ്കിൽ x+4 ചെയ്യണം. നാലാമത്തെ നമ്പർ കിട്ടണമെങ്കിൽ x+6 ചെയ്യണം. നോക്കി, ഇവിടെ ഒറ്റ സംഖ്യയായാലും ഇരട്ട സംഖ്യയായാലും ജനറൽ ഫോർമുല എന്താണ്? സെയിം ആണ്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനകത്തിൽ ഇരട്ട സംഖ്യയുടെയും ഒറ്റ സംഖ്യയുടെയും ക്വസ്റ്റ്യൻ വന്നണക്കെ ഇക്വേഷൻ മാറാഞ്ഞത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരുന്നു. നമ്മൾ പറഞ്ഞു ഓരോ മോഡൽ എടുത്തിട്ടും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ മോഡലും നമ്മൾ ഡിസ്കസ് ചെയ്യും അല്ലേ? ഇപ്പോൾ ഈ ഒരു മോഡലിൽ തന്നെ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലേ? ഇനി ഇതേ നോക്കിക്കോ, തുടർച്ചയായ 4 ഇരട്ട സംഖ്യയുടെ ശരാശരി 27 ആയാൽ അതിൽ ചെറിയ സംഖ്യ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ചെറിയ സംഖ്യ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എങ്ങനെ ചെയ്യേണ്ടത്?
വലിയ സംഖ്യ ചോദിച്ചപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തത്? വലിയ സംഖ്യ ചോദിച്ചപ്പോൾ ശരാശരി അതേപോലെ എഴുതി അല്ലേ, സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചെഴുതി, സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചെഴുതി, അത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? വലിയ സംഖ്യ കിട്ടി, വലിയ സംഖ്യ കിട്ടി. അങ്ങനെയാണെങ്കിൽ ചെറിയ സംഖ്യ കിട്ടാൻ എളുപ്പ വഴി നോക്കിക്കോ, ശരാശരി. ആ ശരാശരി ഞാൻ അതേപോലെ എഴുതി, സ്റ്റെപ്പിനകത്തൊന്നും മാറ്റമില്ല. സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചെഴുതി, 4ൽ നിന്ന് ഒന്ന് കുറച്ച് 3 എന്നെഴുതി, സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചെഴുതി. ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യണം. എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 27ൽ നിന്ന് 3 പോയാൽ 24. ഇതാണ് ചെറിയ സംഖ്യ. 24 എൻ്റെ ചെറിയ സംഖ്യ. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ചെറിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ശരാശരി എടുക്കണം, എന്നിട്ട് സംഖ്യയിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. ഈ രണ്ട് നമ്പറും കൂടെ കുറച്ചെഴുതുന്നതാണ് ചെറിയ സംഖ്യ. വലിയ സംഖ്യ ആണെങ്കിൽ ഈ രണ്ട് നമ്പറും കൂടെ കൂട്ടുന്നതായിരിക്കും വലിയ സംഖ്യ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 50 ആയാൽ നേരത്തെ നമ്മൾ വലിയ സംഖ്യ ചെയ്തു. നേരത്തെ നമ്മൾ വലിയ സംഖ്യ ചെയ്തെങ്കിൽ ഇപ്പോൾ ചെറിയ സംഖ്യ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ ചെയ്യേണ്ടത്? ചെറിയ സംഖ്യ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ശരാശരി അതേപോലെ എഴുതുക. ഇനി സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ച് എഴുതുക. സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചു, 50ൽ നിന്നും ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ 4 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? 50ൽ നിന്നും ആ 4നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സംഖ്യ കിട്ടും. 50ൽ നിന്നും 4നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ചെറിയ സംഖ്യയായ 46 കിട്ടും. ഈ 50ൻ്റെ കൂടെ 4 കൂട്ടുകയാണെങ്കിൽ വലിയ സംഖ്യ കിട്ടും. 50ൻ്റെ കൂടെ 4 കൂട്ടി 54 എന്നുള്ളത് വലിയ സംഖ്യ കിട്ടും. ക്ലിയർ ആണോ? ഇനി നോക്കിയേ, 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 ചെറിയ സംഖ്യ ഏത്? എന്തായിരിക്കും ഇക്വേഷൻ? ശരാശരി അതേപോലെ എഴുതുന്നു, 25 അല്ലേ. സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ച് എഴുതുക. സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചു, 6ൽ നിന്ന് ഒന്ന് കുറച്ചു 5 എന്ന് എഴുതി. ഇനി ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ ആ സംഖ്യയിലെ ചെറിയ നമ്പർ കിട്ടും, 20 എന്ന് കിട്ടും. ആ സംഖ്യയിലെ ചെറിയ നമ്പർ കിട്ടും. ഇനി ആ രണ്ട് നമ്പേഴ്സും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 25 + 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പേഴ്സിനകത്തിലെ വലിയ സംഖ്യ കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ പറഞ്ഞേക്കുന്നത്? അപ്പോൾ ചെറിയ സംഖ്യ കാണാൻ എന്ത് ചെയ്യണം? ശരാശരിയിൽ നിന്നും സംഖ്യയിൽ നിന്നും ഒന്ന് കുറച്ചതും തമ്മിൽ കുറയ്ക്കണം. ഇനി വലിയ സംഖ്യയാണ് കിട്ടേണ്ടതെങ്കിൽ ശരാശരിയുടെ കൂടെ എന്ത് ചെയ്യണം? സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചത് കൂട്ടണം. അപ്പോൾ നമുക്ക് വലിയ സംഖ്യ കിട്ടും. ക്ലിയർ ആണല്ലോ? നേരത്തെ കേസ് പറഞ്ഞതുപോലെ എന്തും പറയാം നമുക്ക്. ഇവിടെ ഒറ്റ സംഖ്യകളെന്ന ക്വസ്റ്റ്യൻ വന്നാലും സെയിം ഇക്വേഷനാണ്. 4 ഇരട്ട സംഖ്യകൾക്ക് പകരം ഒറ്റ സംഖ്യകൾ എന്ന ഇക്വേഷൻ വന്നാലും സെയിം ഇക്വേഷനാണ്. 5 ഇരട്ട സംഖ്യകൾക്ക് പകരം ഒറ്റ സംഖ്യകൾ എന്ന ഇക്വേഷൻ വന്നാലും സെയിം ഇക്വേഷനാണ്. ഒറ്റ സംഖ്യ എന്ന ഇക്വേഷൻ വന്നാലും ചോദ്യം വന്നാലും എന്താണ്? സെയിം ഇക്വേഷനാണ്. ക്ലിയർ ആണല്ലോ? ഇത്രയും പറഞ്ഞാൽ ക്ലിയർ ആണോ? അപ്പോൾ തുടർച്ചയായ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും കണ്ടുപിടിക്കുന്ന രീതി പഠിച്ചല്ലോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു മോഡൽ, അടുത്ത മോഡൽ പഠിച്ചോ. തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 25 ആയാൽ ഇതിനകത്തിലെ ചെറിയ സംഖ്യ എത്രയായിരിക്കും? ശരാശരിയിൽ നിന്നും എന്ത് ചെയ്യണം? 5 - 1 ആയ 4 കുറയ്ക്കണം. 4 കുറയ്ക്കുമ്പോൾ നമുക്ക് ചെറിയ സംഖ്യ കിട്ടും, 21. ഇനി ഈ ശരാശരിയുടെ കൂടെ സംഖ്യയിൽ നിന്നും ഒന്ന് കുറച്ചത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ സംഖ്യ കിട്ടും അല്ലേ? 29 എന്ന് കിട്ടും, വലിയ സംഖ്യ കിട്ടും. ക്ലിയർ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും കണ്ടുപിടിക്കലല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ മാറുന്നു. 5 ഒറ്റ സംഖ്യയുടെ ശരാശരി 25 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക എന്ത്? വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ചെറിയ സംഖ്യയുടെയും തുക എന്ത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും കണ്ടുപിടിക്കാം. വലിയ സംഖ്യ കണ്ടുപിടിക്കുക, ചെറിയ സംഖ്യ കണ്ടുപിടിക്കുക, അത് രണ്ടും കൂടെ കൂട്ടുക, അങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ. ഇല്ലെങ്കിൽ ഇതിൻ്റെ എളുപ്പവഴി, വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുകയാണ് ചോദിക്കുന്നതെങ്കിൽ തുക കാണാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ തന്നിരിക്കുന്ന ശരാശരി കണ്ടോ? 25. ശരാശരി 25 എന്ന് തന്നിട്ടുണ്ടല്ലോ. ആ 25ൻ്റെ ഇരട്ടി എടുക്കുക. 25ൻ്റെ ഇരട്ടി എത്ര കിട്ടും? നമുക്ക് 50. ഇതാണ് വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള തുക എന്ന് പറയുന്നത്. വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള തുക കാണാൻ എന്ത് ചെയ്യണം? ശരാശരിയെ 2 കൊണ്ട് ഗുണിക്കണം.
ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ക്ലിയർ ആണോ പറഞ്ഞേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. തുടർച്ചയായ അഞ്ചൊറ്റ സംഖ്യയുടെ ശരാശരി 45 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക കാണാൻ എന്ത് ചെയ്യണം? ഈ ശരാശരിയെ 2 കൊണ്ട് ഗുണിക്കണം അല്ലേ? 45നെ 2 കൊണ്ട് ഗുണിച്ച് 90 എന്ന് എഴുതും. ഇതാണ് ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും സമ്മ് അല്ലെങ്കിൽ തുക. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? അടുത്തത് നോക്കിയേ. തുടർച്ചയായ 6 ഒറ്റ സംഖ്യയുടെ ശരാശരി 40 ആയാൽ ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും തുക എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 40 × 2 80 എന്ന് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മൊത്തം എത്ര മോഡൽ പഠിച്ചു എന്ന് ഓർത്ത് വെച്ചേക്കണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ വീണ്ടും മാറുന്നു. ഇത് ക്ലിയർ ആണല്ലോ? വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും ശരാശരി കാണാൻ എന്ത് ചെയ്യണം? ശരാശരിയുടെ ഇരട്ടി എടുക്കണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ മാറുന്നു. വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും ഡിഫറൻസ് ആണ് ചോദിച്ചതെങ്കിലോ, വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും വ്യത്യാസമാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? വ്യത്യാസമാണ് ചോദിച്ചതെങ്കിൽ എന്ത് ചെയ്യും? 5 ഒറ്റ സംഖ്യയുടെ ശരാശരി 25 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും വ്യത്യാസം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 2 ഇവിടെ 5 ഒറ്റ സംഖ്യകളെന്നല്ലേ പറഞ്ഞേക്കുന്നത്? 5 ഒറ്റ സംഖ്യകൾ. ആ 5-ൽ നിന്നും എന്ത് ചെയ്യുക? 1 കുറയ്ക്കുക. 5-ൽ നിന്ന് 1 കുറച്ചു 4 എന്ന് എഴുതി. 5-ൽ നിന്ന് 1 കുറച്ചു 4 എന്ന് എഴുതി. ഓക്കെ ആണോ? അതിൻ്റെ ഇരട്ടി എടുക്കുക. 8. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? അതിൻ്റെ ഇരട്ടി എടുക്കുക 8. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? സംഖ്യയുടെ എന്താ പറഞ്ഞേക്കുന്നത്? സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കുക, അതിൻ്റെ ഇരട്ടി എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. 5 ഒറ്റ സംഖ്യയുടെ ശരാശരി 45 ആയാൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? 5-ൽ നിന്ന് 1 കുറയ്ക്കുക 4 × 2 8. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 6 ഒറ്റ സംഖ്യയുടെ ശരാശരി 40 ആയാൽ ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ സംഖ്യയുടെ എണ്ണം 6 ആണ്. 6-ൽ നിന്ന് 1 കുറയ്ക്കുക 5 × 2 അതിൻ്റെ ഇരട്ടി എടുക്കുക 10 അല്ലേ? 10 എന്ന് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ ആണല്ലോ? ഓക്കെ, നോക്കിയേ. നമ്മുടെ ശരാശരി പ്ലസ് സംഖ്യ -1 ഇതായിരുന്നു നമ്മൾ പഠിച്ച കോഡ് അല്ലേ? ശരാശരി പ്ലസ് സംഖ്യ -1. അപ്പോൾ സംഖ്യകളുടെ അല്ലെങ്കിൽ ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും തുക കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ശരാശരി × 2 ചെയ്യണം അല്ലേ? ശരാശരി × 2 ചെയ്യണം. ഇവിടെ പറയാമെങ്കിൽ ഈ ശരാശരിയെ × 2 ചെയ്യണം. ഈ ശരാശരിയെ × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക കിട്ടും അല്ലേ? വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തമ്മിലുള്ള തുക കിട്ടും. ഈ സംഖ്യ -1നെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ചെറിയ സംഖ്യയുടെയും വലിയ സംഖ്യയുടെയും തമ്മിലുള്ള വ്യത്യാസം കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? കണ്ടോ? ഒന്നും കൂടെ സിമ്പിളാക്കി പറഞ്ഞാൽ അങ്ങനെ പറയാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ, ഇതുവരെ നമ്മൾ ഒന്നാമത്തെ മോഡലിൽ പഠിച്ച എല്ലാ ഇക്വേഷനും ഒന്നും കൂടെ ചെയ്യാം. എങ്ങനെ പറഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? തുടർച്ചയായ ഇരട്ട സംഖ്യയുടെ ശരാശരി തന്നിട്ട് വലിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ ശരാശരി തന്നിട്ട് ശരാശരി തരും. എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്തു? വലിയ സംഖ്യ ചോദിച്ചു. വലിയ സംഖ്യ ചോദിക്കുകയാണെങ്കിൽ എന്താ ഇക്വേഷൻ? ആ ശരാശരി ഉണ്ടല്ലോ, ആ ശരാശരി അതേപോലെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? സംഖ്യയിൽ നിന്നും 1 കുറച്ച് എഴുതുക. സംഖ്യയിൽ നിന്നും 1 കുറച്ചിട്ട് തമ്മിൽ കൂട്ടുക. അപ്പോൾ നമുക്ക് വലിയ സംഖ്യ കിട്ടും. ഇനി ചെറിയ സംഖ്യ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ശരാശരിയിൽ നിന്നും എന്ത് ചെയ്യണം? ആ സംഖ്യ -1 കുറയ്ക്കണം അല്ലേ? സംഖ്യ -1 കുറച്ചത് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? ഇതാണ് ആദ്യം പഠിച്ചത്. ഇത് ഇരട്ട സംഖ്യ ആയാലും ഒറ്റ സംഖ്യ ആയാലും ഇതേ രീതിയിലാണ് ചെയ്യുന്നത്. ഇരട്ട സംഖ്യയായാലും ഒറ്റ സംഖ്യയായാലും എന്ത് ചെയ്യണം? ഇതേ സെയിം രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താ പഠിച്ചത് നമ്മൾ? തുടർച്ചയായ 5 ഒറ്റ സംഖ്യയുടെ ശരാശരി 25 ആയാൽ അല്ലേ? തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ ശരാശരി തരുന്നു. എന്നിട്ട് പറയുന്നു അതിൻ്റെ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കുക. ഈ ഇക്വേഷൻ കണ്ടോ? ഈ ഇക്വേഷനകത്തിൽ ശരാശരിയുടെ ഡബിൾ എടുക്കണം.
ഓക്കെ, ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ, ചെറിയ സംഖ്യയും വലിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നതെങ്കിൽ അടുത്ത ടേമായ സംഖ്യ മൈനസ് വണ്ണിൻ്റെ ഇരട്ടി എടുക്കണം. സംഖ്യ മൈനസ് വണ്ണിൻ്റെ ഇരട്ടി എടുക്കുക. ക്ലിയർ ആണല്ലോ. ദേ നോക്കിയേ, ഒരു മോഡലാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അടുത്ത മോഡലിലേക്ക് പോകാം. ദേ മോഡൽ 12 നോക്കിയേ. ഒരു സംഖ്യയുടെ 30% 120 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 30% 120 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 30% 120 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 30% 120 ആയ സംഖ്യ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ദേ ഈ 120 ഉണ്ടല്ലോ, അത് ആദ്യമേ അങ്ങ് എഴുതും. 120 ഡിവൈഡ് ബൈ എത്ര ശതമാനം? 30% അല്ലേ? 120. ഒരു സംഖ്യയുടെ 120 എന്ന് പറയാം, ഒരു സംഖ്യയുടെ 30% എന്ന് പറഞ്ഞാൽ 120 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 120 എഴുതുക, അടിയിൽ ശതമാനം 30 എഴുതുക, ഇൻറ്റു 100 ചെയ്യുക. സിമ്പിൾ അല്ലേ? $400 കിട്ടി. ക്ലിയർ ആണോ? ദേ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സംഖ്യയുടെ 20% 500 ആയാൽ, ഒരു സംഖ്യയുടെ 20% 500 ആയാൽ സംഖ്യ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം 500 എഴുതുക, താഴെ 20 എഴുതുക, ഇൻറ്റു 100 ചെയ്യുക. കണ്ടോ, സിമ്പിൾ അല്ലേ? 2500 എന്ന് കിട്ടി. 2500 എന്ന് കിട്ടി. ഇതേ നോക്കി, ഒരു സംഖ്യയുടെ 25% 2000 ആയാൽ, ഒരു സംഖ്യയുടെ 25% 2000 ആയാൽ സംഖ്യ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ 2000 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 100. ഓക്കെ, ഇതേ നോക്കി, 25ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 4 എന്ന് കിട്ടും. ഈ 2000 ഇൻറ്റു 4 8000 എന്ന് കിട്ടി. 8000 എന്ന് കിട്ടി. ക്ലിയർ ആണോ? അപ്പോൾ ഒരു സംഖ്യയുടെ 30% 120 ആയാൽ സംഖ്യ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സംഖ്യ എഴുതുക, ഡിവൈഡഡ് ബൈ ശതമാനം എഴുതുക, ഇൻറ്റു 100. ഓക്കെ, ഇല്ലെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. എന്താ? ഒരു സംഖ്യയുടെ A ശതമാനം B ആയാൽ, ഒരു സംഖ്യയുടെ A ശതമാനം എന്ന് പറയുന്നത് B ആയാൽ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? B/A ഇൻറ്റു 100. ഒരുപാട് കണക്കിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയ ഒരു ഇക്വേഷനാണ് B/A ഇൻറ്റു 100. ഓക്കെ ആണല്ലോ പറഞ്ഞേക്കുന്നത്? മോഡൽ 12 മനസ്സിലായല്ലോ? ഇതിനോടനുബന്ധിച്ച് കുറച്ച് മോഡലും കൂടി നമുക്ക് പരിചയപ്പെട്ടിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ ആണോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ ഞാൻ കുറച്ചൊരു സാധനവും കൂടെ ആഡ് ചെയ്യുവാണ്. കുറച്ച് കാര്യം കൂടെ ആഡ് ചെയ്യുകയാണ്. ഒരു സംഖ്യയുടെ 30% 120 ആയാൽ, ഒരു സംഖ്യയുടെ 30% 120 ആയാൽ ആ സംഖ്യയുടെ 80% എത്രയാണ് എന്ന് ചോദിക്കുന്നു. ആ സംഖ്യയുടെ 80% എത്രയാണ്? ഒരു സംഖ്യയുടെ 30% 120 ആയാൽ ആ സംഖ്യയുടെ 80% എത്രയാണെന്ന് ചോദിക്കുന്നു. ഒരു സംഖ്യയുടെ 30% 120 ആയാൽ ആ സംഖ്യയുടെ 80% എത്രയെന്ന് ചോദിക്കുന്നു. എങ്ങനെ ചെയ്യും? ഈ കണക്ക് വരെ, ഇവിടം വരെ നമ്മൾ എങ്ങനെ ചെയ്തത്? ഈ 120 ഡിവൈഡ് ബൈ 30 ചെയ്യും അല്ലേ? 120 ഡിവൈഡ് ബൈ 30 ചെയ്യും, ഇൻറ്റു 100 ചെയ്യും. സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റു 100 ചെയ്യണം. നേരെ മറിച്ച് ഏതെങ്കിലും ശതമാനമാണ്, അല്ലെങ്കിൽ ആ സംഖ്യയുടെ ഇത്ര ശതമാനം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ആ ശതമാനം ഇട്ട് ഗുണിക്കുക. കണ്ടോ? ക്ലിയർ ആണോ? സംഖ്യയാണ് ചോദിക്കുന്നതെങ്കിൽ ഇൻറ്റു 100 ചെയ്യണം. ഇനി ഏതെങ്കിലും പെർസെൻറ്റേജ് ആണ് ചോദിക്കുന്നതെങ്കിൽ ആ പെർസെൻറ്റേജ് ഇൻറ്റു ചെയ്യണം. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? ഇത് നോക്കിയേ, 0യും വിട്ടിപ്പോയി, 3ഉം 120ഉം കൂടെ വെട്ടുന്നു, 40 എന്ന് കിട്ടുന്നു. 8 ഇൻറ്റു 4 32, 320 എന്ന് കിട്ടുന്നു. ഓക്കെ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? അപ്പോൾ സംഖ്യയാണ് ചോദിക്കുന്നതെങ്കിൽ ഇൻറ്റു 100 ചെയ്യണം. ഏതെങ്കിലും പെർസെൻറ്റേജ് ആണ് ചോദിക്കുന്നതെങ്കിൽ ആ പെർസെൻറ്റേജ് തന്നെ എഴുതണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സംഖ്യയുടെ 10% എന്ന് പറയുന്നത്, 40 ആയാൽ, ഒരു സംഖ്യയുടെ 10% എന്ന് പറയുന്നത് 40 ആയാൽ ആ സംഖ്യയുടെ 25% എത്ര? ആ സംഖ്യയുടെ 25% എത്ര? എന്ത് ചെയ്യണം നമ്മൾ? നോക്കിയേ, ഇവിടെ 10% 40 എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 40 ഡിവൈഡ് ബൈ 10 എന്ന് എടുക്കണം. ഇനി സംഖ്യ മുഴുവനുമായിട്ടാണ് ചോദിച്ചിരുന്നെങ്കിൽ ഇൻറ്റു 100 ചെയ്തേനെ. പക്ഷേ നമുക്ക് എത്ര കണ്ടുപിടിച്ചാൽ മതി? ആ സംഖ്യയുടെ 25% കണ്ടുപിടിച്ചാൽ മതി. അതുകൊണ്ട് ഇൻറ്റു 25 ചെയ്താൽ മതി. ഓക്കെ ആണോ? 0 ക്യാൻസൽ ചെയ്തു. 25 ഇൻറ്റു 4 100 എന്ന് കിട്ടി. 25 ഇൻറ്റു 4 100 എന്ന് കിട്ടി. ക്ലിയർ ആണോ?
അപ്പോൾ മോഡൽ 12 ഡിസ്കസ് ചെയ്ത 2 മോഡൽ മനസ്സിലായല്ലോ. ദേ ഇതിനോട് ചേർന്ന് ഒരു മോഡലും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇതേ നോക്കിയേ, 75ൻ്റെ 30%, 75ൻ്റെ 30%, 30ൻ്റെ എത്ര ശതമാനത്തിന് തുല്യമാണ്, 30ൻ്റെ എത്ര ശതമാനത്തിന് തുല്യമാണ്, എത്ര ശതമാനത്തിന് തുല്യമാണ്. നോക്കിയേ, 75ൻ്റെ 30%, 30ൻ്റെ എത്ര ശതമാനത്തിന് തുല്യമാണ്, 30ൻ്റെ എത്ര ശതമാനത്തിന് തുല്യമാണ്. ഇവിടെ നോക്കിയേ, നമുക്ക് 75നെ എ എന്നും കൊടുക്കാം, 30നെ ബി എന്നും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ, വീണ്ടും 30 എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്, ഇവിടുത്തെ 30 തന്നെയല്ലേ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, അതിന് നമുക്ക് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദേ ഇവിടെ ഇനി കിട്ടാനുള്ള ആരായി 75 അല്ലേ, 75 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം, കണ്ടോ, 75ൻ്റെ 30%, 75ൻ്റെ 30%, നേരെ തിരിച്ചു പറയണം, 30ൻ്റെ 75% തുല്യമാണ്, 75% തുല്യമാണ്. ഓക്കെ ആണോ, ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? ഓക്കെ, അതിനോട് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കിക്കോ. 42ൻ്റെ 19%, 19ൻ്റെ എത്ര ശതമാനത്തിന് തുല്യമായിരിക്കും, 19ൻ്റെ എത്ര ശതമാനമായിരിക്കും, 42% തുല്യമായിരിക്കും അല്ലേ, 42% തുല്യമായിരിക്കും. ഇത് നോക്കിയേ, 70ൻ്റെ 20%, 70ൻ്റെ 20%, 20ൻ്റെ 70% തുല്യമായിരിക്കും, 20ൻ്റെ 70% തുല്യമായിരിക്കും. ഈ ഒരു മോഡലും കൂടെ പഠിച്ചു വെച്ചോണം. ഓക്കെ ആണല്ലോ, പറഞ്ഞ മനസ്സിലായല്ലോ. അടുത്ത മോഡൽ നോക്കിയേ, മോഡൽ 13. ശരാശരി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് മോഡൽ 13 വന്നിരിക്കുന്നത്. 10 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയ ഒരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധന ഉണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എന്ത്? ഓക്കെ, 10 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം എന്ന് വെച്ചാൽ 10 കുട്ടികളിൽ നിന്നും ഒരാൾ പോയി, 50 കിലോ ഉള്ള ഒരാളാണ് പോയത്, 50 കിലോഗ്രാം ഉള്ള ഒരാളാണ് പോയത്. പകരം ഒരാൾ വന്നു, പകരം ഒരാൾ വന്നു. അങ്ങനെ ഒരാൾ വന്നപ്പോൾ എല്ലാവരുടെയും ശരാശരി 2 കിലോഗ്രാം കൂടിയെങ്കിൽ വന്ന കുട്ടിയുടെ ഭാരം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തത് നമ്മുടെ വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് കിടപ്പുണ്ട്. ദേ ഇവിടെ നോക്കിയേ, ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഇവിടെ നോക്കിയേ, പോയ ആളുടെ ഭാരം 50 എന്ന് തന്നിട്ടുണ്ട് അല്ലേ, പോയ ആളുടെ ഭാരം, ആ ഭാരം അതേപോലെ എഴുതുക, പോയ ആളുടെ ഭാരം 50, പോയ ആളുടെ ഭാരം 50. ഇനി ഈ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു? 10 കുട്ടികളുണ്ടായിരുന്നു അല്ലേ. പുതുതായിട്ട് ഒരാൾ വന്നപ്പോൾ എത്ര കിലോഗ്രാമാണ് വർധനവുണ്ടായത്? അവരുടെ ശരാശരിയിലുണ്ടായ വർധനവെന്ന് പറയുന്നത് 2 കിലോഗ്രാമാണ് അല്ലേ. അപ്പം 10 കുട്ടികൾ ഉണ്ടായിരുന്ന ആ ക്ലാസ്സിൽ 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായി അല്ലേ, ശരാശരിയിൽ 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായി. അപ്പോൾ ശരാശരിക്കുണ്ടായ വർധനവെന്ന് പറയുന്നത് 2 കിലോഗ്രാമാണ്. ആ 2 കിലോഗ്രാമിനെ ഈ 10 കൊണ്ടങ്ങ് ഗുണിക്കുക, 2 കിലോഗ്രാമിനെ 10 കൊണ്ട് ഗുണിക്കുക. ആൻസർ എത്രയായിട്ട് നമുക്ക് 20 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞത്, ശരാശരിയിലുണ്ടായ വർധനവിനെ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം കൊണ്ട് ഇൻറ്റു ചെയ്യുക, 20 എന്ന് കിട്ടി. ഇത് രണ്ടും കൂടെ കൂട്ടുക. ക്ലിയർ ആണോ പറഞ്ഞത്? എന്താ പറഞ്ഞത്, ക്ലാസ്സിൽ നിന്നും പോയ ആളുടെ ഭാരം എഴുതി, ഇനി ശരാശരിയിലുണ്ടായ വർധനവെന്ന് പറയുന്നത് 2 ആണ് അല്ലേ, 2 കിലോഗ്രാം കൂടി എന്നാണ് പറഞ്ഞത്, വർധനവുണ്ടായി. ഈ ഒരു വാക്കും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോണം. നമ്മൾ അടുത്ത മോഡലിൽ ഇതിനകത്ത് കുറവുണ്ടാകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ വർധനവുണ്ടായെന്നാണ് പറഞ്ഞേക്കുന്നത്, കണ്ടോ, ഈ 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായി അല്ലേ, 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായി. എന്ത് ചെയ്യണം, വർധനവുണ്ടായ ശരാശരിയെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുക, 2 × 10 20 എന്ന് കിട്ടി. ആ ഭാരവും കിട്ടിയ വർധനവും തമ്മിൽ കൂട്ടുക, 50 + 20 70. അപ്പം വന്ന ആളുടെ ഭാരം എന്ന് പറയുന്നത്, പുതിയതായിട്ട് വന്ന ആളുടെ ഭാരം എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 70 എന്ന് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ദേ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കിയേ, 15 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയ ഒരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധന ഉണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എന്ത്? എന്താ ചെയ്യേണ്ടത്? പോയ ആളുടെ ഭാരം ആദ്യം എഴുതുക. പോയ ആളുടെ ഭാരം എത്ര? 50 കിലോഗ്രാം ആണ് അല്ലേ. ഇനി എത്ര കിലോ
കിലോഗ്രാമിൻ്റെ ശരാശരിയിൽ എത്ര കിലോഗ്രാമിൻ്റെ വർധനവാണ് ഉണ്ടായത്? ശരാശരിയിൽ എത്ര കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായി? 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായി. ആ രണ്ടിനെ എന്ത് ചെയ്യണം? നമ്മൾ ആകെ അവിടെ ഉള്ള അംഗസംഖ്യകളുമായിട്ട് ഗുണിക്കണം അല്ലേ? അവിടെ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 15 കുട്ടികളുണ്ടായിരുന്നു. ആ 15ഉമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. ആൻസർ കിട്ടും 30 എന്ന് കിട്ടും അല്ലേ? ആ 30നെ എന്ത് ചെയ്യണം? ഈ ഭാരത്തിൻ്റെ കൂടെ, പോയ ആളുടെ ഭാരത്തിൻ്റെ കൂടെ ആ 30 കൂട്ടുക. ആൻസർ കിട്ടും 80. അപ്പോൾ പുതുതായി വന്ന ആളുടെ ഭാരം എന്ന് പറയുന്നത് 80 ആണ്. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കിയേ. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളിൽ 40 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയ ഒരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എന്ത്? നമ്മളിവിടെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് വർധനവാണ്. അത് നിങ്ങളുടെ മൈൻഡിൽ വെച്ചോണം. വർദ്ധിക്കുമ്പോഴുള്ള രീതിയാണ് നമ്മൾ ഈ പറയുന്നത്. നോക്കിയേ, 40 കിലോഗ്രാം അല്ലേ? പോയ ആളുടെ ഭാരം 40 കിലോഗ്രാം. അത് എഴുതി ആദ്യം. ഇനി എന്ത് ചെയ്യണം? 1 കിലോഗ്രാമിൻ്റെ വർധനവാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടുത്തെ ശരാശരി വർധനവെന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ് അല്ലേ? എത്ര കുട്ടികളുള്ളത്? 30 കുട്ടികൾ. അപ്പോൾ ആ വർധനവും ഇവിടുത്തെ കുട്ടികളുടെ എണ്ണവും കൂടെ നമ്മൾ ഗുണിക്കണം. ആൻസർ 30 എന്ന് കിട്ടും അല്ലേ? ആ 30നെ എന്ത് ചെയ്യണം? പോയ ആളുടെ ഭാരമായിട്ട് കൂട്ടുക. പോയ ആളുടെ ഭാരമായിട്ട് കൂട്ടുക. അപ്പോൾ ആൻസർ കിട്ടും 70 എന്ന് കിട്ടും. 70 എന്ന് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഒരു ക്ലാസ്സിലെ 30 കുട്ടികളിൽ 40 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാമിൻ്റെ കുറവുണ്ടായി. വർധനയ്ക്ക് പകരം നമ്മൾ പുതിയൊരു വാക്ക് എഴുതുന്നു, കുറവുണ്ടായി. കണ്ടോ, ക്വസ്റ്റ്യൻ മാറി. കുറവുണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടികളുടെ ഭാരം എത്ര? ഇങ്ങനെ കുറവാണ് ഉണ്ടാകുന്നതെങ്കിൽ വർധനവുണ്ടാകുന്ന കാര്യം നമ്മൾ പഠിച്ചു. കുറവാണ് ഉണ്ടാകുന്നതെങ്കിൽ വരുന്ന മാറ്റം നോക്കിക്കോണം. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ അതേ മോഡൽ തന്നെ നമ്മൾ ചെയ്യുന്നു. എങ്ങനെ? പോയ ആളുടെ ഭാരം എടുത്തെഴുതുന്നു. പോയ ആളുടെ ഭാരം എടുത്തെഴുതി 40. പോയ ആളുടെ ഭാരം എന്ന് പറയുന്നത് 40 ആണ്. പോയ ആളുടെ ഭാരം 40 ആണ്. ഇനി എത്ര കിലോഗ്രാമാണ് കുറവുണ്ടാകുന്നത്? ശരാശരിയിൽ ഉണ്ടാകുന്ന കുറവ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ് അല്ലേ? ശരാശരിയിൽ ഉണ്ടാകുന്ന കുറവ് 1 കിലോഗ്രാം ആണ്. അതിനെ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഇൻറ്റു ചെയ്യുക. കുട്ടികളുടെ എണ്ണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റു ചെയ്തു. ആൻസർ കിട്ടി 30 എന്ന് കിട്ടി അല്ലേ? കഴിഞ്ഞ കണക്ക് ചെയ്ത പോലെ തന്നെയാണ് ഈ 2 സ്റ്റെപ്പും നമ്മൾ ചെയ്തത്. ആ 30 ഞാനിവിടെ എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ 40ൽ നിന്നും 30നെ മൈനസ് ചെയ്യണം. 40ൽ നിന്നും 30നെ മൈനസ് ചെയ്യണം. 40ൽ നിന്നും 30നെ മൈനസ് ചെയ്യണം. അതാണ് വ്യത്യാസം. കിട്ടും ആൻസർ 10 എന്ന് കിട്ടും. മനസ്സിലായോ? വ്യത്യാസം വന്നുകൊണ്ടോ? വർധനവാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇവിടെ പ്ലസ് വരും. വർധനവാണെങ്കിൽ പ്ലസ് വരും. ഇനി കുറവാണ് ഉണ്ടാകുന്നതെങ്കിൽ, ശരാശരിയിൽ കുറവാണ് ഉണ്ടാകുന്നതെങ്കിൽ മൈനസ് വരും. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? അങ്ങനെയാണെങ്കിൽ ബാക്കി നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാം ഒന്ന് തിരുത്തി ചെയ്ത് നോക്കിയേ. 15 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ കുറവുണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എന്ത്? എന്ത് ചെയ്യണം? പോയ ആളുടെ ഭാരം ആദ്യം എടുത്തെഴുതി. പോയ ആളുടെ ഭാരം എടുത്തെഴുതി. ഇനി കുറവുണ്ടായ ശരാശരി എത്ര? 2 കിലോഗ്രാം ആണ് അല്ലേ? ഈ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണമോ 15. 2 × 15 ചെയ്യുമ്പോൾ 30 കിട്ടി. ഈ 50ൽ നിന്നും എന്ത് ചെയ്യണം? ഈ 30നെ മൈനസ് ചെയ്യണം. എന്തിനാ മൈനസ് എടുത്തത്? ഇവിടെ ശരാശരിയിൽ കുറവാണ് സംഭവിച്ചത്, അതുകൊണ്ട് മൈനസ് എടുത്തു. ആൻസർ കിട്ടി 20 എന്ന് കിട്ടി. ക്ലിയർ ആണോ? മുന്നുള്ള ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചെയ്തു നോക്കിയേ. 10 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ കുറവുണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എന്ത്? പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എന്ത്? എന്താ ചെയ്യേണ്ടത്? ശരാശരി അതേപോലെ എടുത്തെഴുതുക. 50 പോയ ആളുടെ ഭാരം എടുത്തെഴുതുക 50. പോയ ആളുടെ ഭാരം എടുത്തെഴുതുക 50. ഇനി ശരാശരിയിലുണ്ടായ കുറവെന്ന് പറയുന്നത് 2 കിലോഗ്രാം ആണ് അല്ലേ? ഇവിടെ കുട്ടികളുടെ എണ്ണം 10 ആണ്. അപ്പോൾ 10 × 2 20. 50ൽ നിന്നും എന്ത് ചെയ്യുക? 20നെ മൈനസ് ചെയ്യുക. ആൻസർ കിട്ടും 30 കിലോഗ്രാം. അടുത്ത മോഡൽ നോക്കിക്കോ. അപ്പോൾ ഈ ഒരു മോഡലുമായിട്ട് ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഓക്കെ ആണല്ലോ പറഞ്ഞേക്കുന്നത്? പറഞ്ഞാൽ മനസ്സിലായാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മോഡൽ 14 നോക്കിക്കോ. ഒരു ടാങ്കിലേക്ക് 2 പൈപ്പുകളുണ്ട്. ഒരു ടാങ്കിലേക്ക് 2 പൈപ്പുകളുണ്ട്. എ എന്ന പൈപ്പ് തുറന്നാൽ ടാങ്ക് നിറയാൻ 15 മിനിറ്റ് എടുക്കും. എ എന്ന പൈപ്പ് തുറന്നാൽ ടാങ്ക് നിറയാൻ 15 മിനിറ്റ് എടുക്കും. ബി എന്ന പൈപ്പ് തുറന്നാൽ ടാങ്ക് നിറയാൻ 10 മിനിറ്റ് എടുക്കും. ബി എന്ന് പറയുന്ന പൈപ്പ് തുറന്നാൽ ടാങ്ക് നിറയാൻ 10 മിനിറ്റ് എടുക്കും. ഈ 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ എത്ര സമയമെടുക്കും? ഈ 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ എടുക്കുന്ന സമയമാണ് ചോദിച്ചിരിക്കുന്നത്.
ഇവിടെ നോക്കിയേ 2 പൈപ്പുകളുണ്ടല്ലേ. ഇതൊരു ടാങ്ക് ആണെന്ന് വിചാരിക്കുക. ആ ടാങ്കിലേക്ക് 2 പൈപ്പുകളുണ്ട്. എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതുമായ 2 പൈപ്പുകളുണ്ട്. നോക്കിയേ, ആദ്യത്തെ പൈപ്പിനകത്ത് കൂടെ 15 മിനിറ്റ് സമയമെടുത്ത് ആ എ എന്ന് പറയുന്ന പൈപ്പ് മാത്രം തുറന്ന് വിട്ട് കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് ഈ ടാങ്ക് നിറയും. അതേപോലെ ബി എന്ന് പറയുന്ന പൈപ്പ് മാത്രം തുറന്ന് വിടുവാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും, ഈ ഒരു ടാങ്ക് നിറയും. അങ്ങനെയാണെങ്കിൽ 2 പൈപ്പും കൂടെ ഒരുമിച്ച് തുറന്നു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് ഈ ടാങ്ക് ഫില്ലാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? ഇതേ നോക്കി, ഇവിടെ 15ഉം 10ഉമാണ് അല്ലേ, സമയം 15ഉം 10ഉമാണ്. ആദ്യമേ അതിനെ രണ്ടിനെയും കൂടെ അങ്ങ് ഗുണിക്കുക. 15 × 10 15 × 10 ഡിവൈഡഡ് ബൈ ഇനി അത് രണ്ടും കൂടെ കൂട്ടുക. 15 + 10 15 + 10. എന്താ ചെയ്യേണ്ടത്? 15 × 10 ഡിവൈഡ് ബൈ 15 + 10 15 × 10 ഡിവൈഡ് ബൈ 15 + 10 എത്ര കിട്ടും നമുക്ക്? 150 ഡിവൈഡ് ബൈ 25 150 ഡിവൈഡ് ബൈ 25 6 മിനിറ്റ് എന്ന് കിട്ടും. 6 മിനിറ്റ് എന്ന് കിട്ടും. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ആൻസർ ചെയ്തത് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ടാങ്കിലേക്ക് 2 പൈപ്പുകളുണ്ട്. എ എന്ന പൈപ്പ് തുറന്നാൽ ടാങ്ക് നിറയാൻ 15 മിനിറ്റ് എടുക്കും. ബി എന്ന പൈപ്പ് തുറന്നാൽ ടാങ്ക് നിറയാൻ 30 മിനിറ്റ് എടുക്കും. ഈ 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇത് നോക്കിയേ, 15 × 30 ചെയ്യുക. 15 × 30 ഡിവൈഡഡ് ബൈ 30 + 15 ചെയ്യുക. 30 + 15 ചെയ്യുക. എത്രയായിട്ട് നമുക്ക്? 15 × 30 450 ഡിവൈഡഡ് ബൈ 45 450 ഡിവൈഡ് ബൈ 45 10 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, ഇതിൻ്റെ ഒരു ഇക്വേഷൻ രീതി നമുക്ക് എടുക്കുവാണെങ്കിൽ എങ്ങനെ പറയാം? ഈ 15 മിനിറ്റിനെ ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നു, 30നെ ഞാൻ വൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ പറയാം? എക്സ് × വൈ അല്ലെങ്കിൽ XY ഡിവൈഡ് ബൈ X + Y XY ഡിവൈഡ് ബൈ X + Y XY ഡിവൈഡ് ബൈ X + Y. ക്ലിയർ ആണോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും വേറൊരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. എ ഒരു ജോലി ചെയ്യാൻ 6 ദിവസം കൊണ്ടും ബി ഒരു ജോലി 12 ദിവസം കൊണ്ടും തീർക്കുമെങ്കിൽ അതേ ജോലി എയും ബിയും ചേർന്ന് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണം? എയും ബിയും കൂടെ ചേർന്ന് ചെയ്യാൻ എത്ര ദിവസം വേണം? എങ്ങനെയാണ് ചെയ്യുന്നത്? എ ചെയ്യുന്ന ജോലി 6, ബി ചെയ്യുന്ന ജോലി 12. അതും എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? 6 × 12 ഡിവൈഡഡ് ബൈ 6 + 12 6 × 12 ഡിവൈഡ് ബൈ 6 + 12 72 ഡിവൈഡഡ് ബൈ 18 എന്ന് കിട്ടും അല്ലേ. 72 ഡിവൈഡഡ് ബൈ 18 എന്ന് കിട്ടും. ആൻസർ എത്ര എന്ന് കിട്ടും? 4 മിനിറ്റ് എന്ന് കിട്ടും അല്ലേ. 4 ദിവസം എന്ന് കിട്ടും അല്ലേ. 4 ഡേ എന്ന് കിട്ടും. 4 ദിവസം കൊണ്ട് ഒരു പണി തീർക്കും. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീണ്ടും ബാക്കിലേക്ക് പോകുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻ പഠിച്ചു അല്ലേ. എയും ബിയും, എ ഒരു ദിവസം ചെയ്യുന്ന ജോലിയും തരും, ബി ഒരു ദിവസം ചെയ്യുന്ന ജോലിയും തരും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചെയ്യും എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും എന്ന ക്വസ്റ്റ്യൻ വരും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു പൈപ്പ് വഴി ടാങ്ക് നിറയാൻ 4 മിനിറ്റ് വേണം. ഇതൊരു ടാങ്ക് ആണെന്ന് വിചാരിക്കുക, ഇതൊരു പൈപ്പാണെന്ന് വിചാരിക്കുക. ഈ പൈപ്പ് വഴി ഈ ടാങ്ക് നിറയാൻ 4 മിനിറ്റ് വേണം. പുറത്തേക്കുള്ള ഒരു പൈപ്പിലേക്ക് ഇവിടെ നോക്കി, ഈ ടാങ്കിൽ ഇവിടെ ഒരു പൈപ്പുണ്ട്, പുറത്തേക്ക് പോകുന്ന പൈപ്പാണ്. ഓക്കെ, ഈ പുറത്തേക്ക് പോകുന്ന പൈപ്പിലൂടെ ഈ ടാങ്കിലെ വെള്ളം മുഴുവൻ ഒഴുകിപ്പോയി ടാങ്ക് ശൂന്യമാകാൻ 6 മിനിറ്റ് വേണം. അങ്ങനാണെങ്കിൽ ഈ 2 പൈപ്പുകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ടാങ്ക് എത്ര സമയം കൊണ്ട് നിറയും? 2 പൈപ്പുകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ടാങ്ക് എത്ര സമയം കൊണ്ട് നിറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, 2 പൈപ്പുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഒന്ന് ഫില്ലാകാൻ വേണ്ടിയുള്ളതും ഒന്ന് എന്ത് ചെയ്യാൻ, ഡ്രെയിൻ ചെയ്യാനുള്ളതുമായിട്ട് അല്ലേ. ഒന്ന് വെള്ളം അതിനൊക്കെ വരുന്നതും ഒന്ന് അതിൽ നിന്നും പോകുന്നതുമാണ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കി, ഇവിടെ 4 മിനിറ്റ്, ഇത് നിറയാൻ 4 മിനിറ്റ് വേണം, ഇത് പോകാൻ 6 മിനിറ്റ് വേണം അല്ലേ. അത് രണ്ടും ഗുണിക്കുക. 4 × 6 6 4 24 ഡിവൈഡഡ് ബൈ 6ൽ നിന്നും 4നെ കുറയ്ക്കുക. ഓക്കെ, 6 4 24 ഡിവൈഡ് ബൈ 2 12 എന്ന് കിട്ടും. 12 മിനിറ്റ് എടുക്കും. 12 എന്ന് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞത്?
ദേ അടുത്ത് നോക്കിയേ, ഒരു ടാങ്കിലേക്കുള്ള പൈപ്പ് തുറന്നാൽ 12 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. ഒരു ടാങ്കിലേക്കുള്ള പൈപ്പ് തുറന്നാൽ 12 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. പക്ഷേ ഈ ടാങ്കിൽ ഒരു ലീക്ക് കാരണം 16 മിനിറ്റ് സമയമെടുക്കുന്നു ഈ ടാങ്ക് നിറയും. ഇവിടെ ഒരു ലീക്കുണ്ട്, ആ ലീക്ക് കാരണം എന്ത് ചെയ്യുന്നു, 16 മിനിറ്റ് എടുക്കുന്നു. 12 എന്നുള്ളത് 16 മിനിറ്റ് എടുക്കുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ടാങ്കിലേക്കുള്ള പൈപ്പ് തുറന്നാൽ 12 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. ചുവട്ടിൽ ഒരു ലീക്കുണ്ട്, അതിൽ കാരണം ടാങ്ക് നിറയാൻ 16 മിനിറ്റ് സമയമെടുക്കുന്നു. എന്നാൽ ഈ ലീക്കിലൂടെ മാത്രം ജലം മുഴുവൻ ഒഴുകിപ്പോകാൻ എത്ര സമയമെടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സെയിം ആൻസറാണ്, ബാക്കിയൊന്നും മാറ്റമില്ല. എന്താ, 12 × 16 ഡിവൈഡ് ബൈ 16 - 12 വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്ന കണക്കുകളാണ് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് xy ഡിവൈഡ് ബൈ x - y. ഇനി ടാങ്ക് ഫില്ലാവുന്ന കാര്യമാണ് പറയുന്നതെങ്കിൽ 2 പൈപ്പുകൾ വെച്ച് ടാങ്ക് ഫില്ലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ 2 പൈപ്പുകളും കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് ഫില്ലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ xy + x + y ആണ്. ഇവിടെ ലീക്കിംഗ് ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ചോർന്നു പോകുന്ന പറയുന്നില്ല, ഔട്ട് പോകുന്ന പറയുന്നില്ല. ടാങ്കിലേക്ക് വരുന്ന കാര്യമാണ് പറയുന്നതെങ്കിൽ x + y. അപ്പം ടാങ്കിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് പറയുന്നതെങ്കിൽ x - y എന്ന് മാത്രം ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഇതിനോട് ചേർന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. എയും ബിയും ചേർന്ന് ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യുന്നു. എയും ബിയും കൂടെ ചേർന്ന് ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യുന്നു. ബി ഒറ്റയ്ക്ക് ആ ജോലി 15 ദിവസം കൊണ്ട് ചെയ്യുന്നു. ചെയ്തു തീർക്കുന്നു. എങ്കിൽ എ മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീരുമെന്നാണ് ക്വസ്റ്റ്യൻ. എ മാത്രമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീരും എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ ചെയ്യേണ്ടത്? 10 × 15 ചെയ്യുക. 10 × 15 ഡിവൈഡ് ബൈ 15 - 10 എന്ന് വെച്ചാൽ xy ഡിവൈഡ് ബൈ x - y. ഓക്കെ ആണോ? 150 ഡിവൈഡ് ബൈ 5, ആൻസർ 30 എന്ന് കിട്ടും. 30 ദിവസം എടുക്കും. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ ആണല്ലോ. അപ്പം ഇതിനോട് അനുബന്ധിച്ച് നമ്മളിപ്പോൾ അവസാനം പഠിച്ചത് 2 ഇക്വേഷനാണ്. എന്താ, xy ഡിവൈഡ് ബൈ x + y-യും xy ഡിവൈഡ് ബൈ x - y-യും. അതിനകത്തിൽ ഈ ഓരോ ഇക്വേഷനിലും ചോദിക്കാൻ ചാൻസ് ഉള്ള കണക്കുകളാണ് പറഞ്ഞേക്കുന്നത്. x + y ആണ് ചോദിക്കുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ കണക്ക്? എ എന്ന് പറയുന്ന ഒരാൾ ഇത്ര ദിവസം കൊണ്ട് ജോലി ചെയ്യും, ബി എന്ന് പറയുന്ന ആളും ഇത്ര ദിവസം കൊണ്ട് ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീരും? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ xy ഡിവൈഡ് ബൈ x + y. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് ഈ ഒരു ഇക്വേഷൻ അല്ലാതെ വേറെ ഒരുപാട് രീതിയിൽ കണക്ക് ചെയ്യാം. അത് നമ്മുടെ ചാനലിനകത്തിലുണ്ട്, കാണാത്തവർ കണ്ട് മനസ്സിലാക്കുക. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? എയും ബിയും കൂടെ ഒരു ജോലി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ബി മാത്രമായിട്ടൊരു ജോലി ചെയ്യാൻ ഇത്ര സമയം എടുക്കുമെങ്കിൽ എ ചെയ്യാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? xy ഡിവൈഡ് ബൈ x - y. ഇനി ടാങ്കിൻ്റെ കേസിൽ പറഞ്ഞാലോ, ഒരു ടാങ്കിലേക്ക് 2 പൈപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 2 പൈപ്പും കൂടെ ഒന്നിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് ആ ടാങ്ക് ഫില്ലാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് xy ഡിവൈഡ് ബൈ x + y ആണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ടാങ്കിലേക്ക് ഒരു പൈപ്പ് ഉണ്ട്. ആ ടാങ്കിൽ നിന്നും ഒരു പൈപ്പ് വഴി വെള്ളം പുറത്തേക്കും പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ ചെയ്യേണ്ടത്? xy ഡിവൈഡ് ബൈ x - y ആണ് ചെയ്യേണ്ടത്. xy ഡിവൈഡ് ബൈ x - y. കാരണം ഔട്ട് പോകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? x - y ചെയ്യണം. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ ഒരു സീരീസിലെ അടുത്തൊരു 4 മോഡലാണ്. ഇന്ന് നമ്മൾ 4 മോഡലേ ഡിസ്കസ് ചെയ്തോളൂ. പക്ഷേ ആ 4 മോഡലുമായി ബന്ധപ്പെട്ട് ഒരുപാട് മോഡലുകൾ അല്ലാതെ പുറത്തുനിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു 6 മോഡലുമായിട്ട് അടുത്ത വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ അതുവരെ ഇത് കണ്ട് മനസ്സിലാക്കി വൃത്തിയായിട്ട് പഠിക്കുക.